എൻ്റെ ഒരു സ്വാഭാവികമായ സംശയമാണ്. എന്നെങ്കിലും നിങ്ങൾ ഇതിന് മറുപടി പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രഭാഷണത്തിലൂടെ പറഞ്ഞാൽ മതി. ആദരവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വാചകമാണ്, ഒരു മനുഷ്യൻ്റെ അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ ദഖൽ ജന്ന, അവൻ സ്വർഗത്തിലാണ് എന്നുള്ളതാണ്. അതായത് ഒരാൾ മുവഹിദായി ജീവിച്ചു എന്നതിൻ്റെ പ്രതിഫലനമാണ് അയാൾ അന്ത്യനിമിഷം കെലിമ ചൊല്ലാൻ കഴിയുക എന്നുള്ളത്. അങ്ങനെ ഒരാൾ കെലിമ ചൊല്ലിയാൽ അതിൻ്റെ അർത്ഥം അല്ല ഏത് തരം, നമുക്ക് ഇഷ്ടപ്പെടാത്തതാകട്ടെ ഇഷ്ടപ്പെടുന്നതാകട്ടെ, ഏത് തരം പ്രവൃത്തിയിൽ ജീവിച്ച ആളാണെങ്കിലും അയാൾ കെലിമ ചൊല്ലുന്നുണ്ടോ അതിൻ്റെ അടയാളം, ആ പ്രതിഫലനം അയാൾ മുവഹിദാണ് എന്നതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. 87-ാമത്തെ വയസ്സിലാണ് സമീപകാലത്ത് മരണപ്പെട്ടു പോയ ചേലക്കുളം അബുൽ ബുഷ്റ മൗലവി, കേരളത്തിൽ ആയിരക്കണക്കിന് ശിഷ്യസമ്പത്തുള്ള ചേലക്കുളം അബുൽ ബുഷ്റ മൗലവി മരണപ്പെടുന്ന സന്ദർഭം തൻ്റെ ശിഷ്യഗണങ്ങളെയെല്ലാം സമീപത്തേക്ക് വിളിക്കുന്നു. ബുർദ ചൊല്ലാൻ അവിടുന്ന് നിർദ്ദേശിക്കുന്നു. ബുറുദ ചൊല്ലി ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ തൻ്റെ ശിഷ്യന്മാരിൽ ബുറുദ ചൊല്ലിയ കുട്ടിക്ക് വ്യാകരണത്തിൽ എന്തോ ഒരു അബദ്ധം പറ്റുന്നു. ചിന്തിക്കണം, 87 വയസ്സ് പിന്നിട്ട സ്വാത്വികനായൊരു മനുഷ്യൻ, വയോവൃദ്ധനായൊരു മനുഷ്യൻ, അദ്ദേഹം സക്രാത്തിൻ്റെ ഹാലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ആ വരി തിരുത്തി കൊടുക്കുന്നു. ശേഷം ബുറുദയുടെ ഒരു ഭാഗം എത്തുമ്പോൾ ലാ ഹൗല ചൊല്ലുന്നു. എന്നിട്ട് വിരൽ ചൂണ്ടിയിട്ട് ദാ വരുന്നു എന്ന് പറയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചൈസ്രം ഉറക്കെ ചൊല്ലി മരിക്കുന്നു. 100 കണക്കിന് സമീപത്തുള്ള ആളുകൾ സാക്ഷികളാകുന്നു. ഇങ്ങനെയൊക്കെ മരണപ്പെട്ട മനുഷ്യർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതായത് മുശ്രിക്കിനും മുവഹിദിനും ഒക്കെ കലിമത്തു ഷഹാദ ചൊല്ലാൻ കഴിയുമോ? ഒരാളങ്ങനെ ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ എന്താ മനസ്സിലാക്കേണ്ടത്? അയാൾ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചു എന്നുള്ളതല്ലേ? അല്ല, ഇതിനപ്പുറം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞ ഈ വാചകത്തിന് മറ്റൊരു വ്യാഖ്യാനമുണ്ട്. അഥവാ മുശ്രിക്കിനും മുവഹിദിനും ഒക്കെ കലിമ ചൊല്ലാം, സവാബും ഇഖാബും ഒക്കെ അള്ളാഹു തആല പിന്നീട് നിശ്ചയിക്കും എന്നുള്ളതാണോ ഈ പറഞ്ഞ ഹദീസിൻ്റെ വ്യാഖ്യാനം? കലിമ ചൊല്ലി മരിച്ചു എന്ന് പലരെയും കുറിച്ച് പറഞ്ഞു പ്രചരിപ്പിച്ചതുകൊണ്ട് മാത്രം അതാവണം എന്നില്ല. ഒരു വശം അതാണ്. പല ആൾക്കാരെയും പറ്റി കുറേ വെറുതെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. നമുക്ക് പണ്ട് അവിടെ നിന്നുകൊണ്ട് അതറിയാം. അതാണ് പറഞ്ഞാൽ പിന്നെ അത് ഉണ്ടോ ഞാൻ നോക്കാൻ പോലും പോകില്ലല്ലോ. മരിക്കാൻ നേരത്തെ മറ്റു പല വർത്താനം പറഞ്ഞിട്ട് ആ വർത്താനത്തിന് വേണ്ടി മരിച്ച ഒരാളെ പറ്റി മയ്യത്ത് പ്രദേശത്ത് പറഞ്ഞത് എന്തോ ഒരു നല്ല മരണം, ദിക്ർ ചൊല്ലി കുട്ടികളൊക്കെ കളി തമാശയും പറഞ്ഞ് ചിരിച്ച് കളിച്ചാണ് മരിച്ചു പോയിതാണ്. മരിച്ചപ്പോൾ ഒറ്റ കുട്ടികളും എടുത്തില്ല. 7 മക്കളുണ്ട്, 30 പേരക്കുട്ടികളുണ്ട്, ആരും അടുത്തില്ല മരിക്കുമ്പോൾ. ഇന്നൊരു മയ്യത്ത് ഒന്നിച്ച് പറയുകയാണ്, ഇയാൾ മരിക്കുമ്പോൾ ചുറ്റോട് ചുമ്മാ മക്കളും പേരക്കുട്ടികളൊക്കെ നിന്ന് ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞ് കരിമീൻ ചൊല്ലി ഭയങ്കര റാഹത്തിലാണ് മരിച്ചു എന്ന് ഒരു ഫൈസിയാണ് പ്രഖ്യാപിക്കണം മയ്യത്തും വെച്ചിട്ട്. പിന്നെ ഇപ്പോൾ അവിടുന്ന് ആരും പറയില്ലല്ലോ, അങ്ങനെ അല്ല എന്ന് പറയില്ലല്ലോ. അപ്പം പിന്നെ അതങ്ങനെയാണ് പ്രചരിച്ചു പോകും. കുറേയൊക്കെ അങ്ങനെയാണ്. രണ്ടാമത് കേവലം ഒരു പ്രഖ്യാപനമല്ല അല്ലാഹും റസൂലും പഠിപ്പിച്ചിട്ടുള്ളത്. മരിക്കുമ്പോൾ പറഞ്ഞു മരിച്ചു എന്നുകൊണ്ട് മാത്രമോ ഇനി പറയാതെ മരിച്ചു എന്നുകൊണ്ട് അയാൾ നഷ്ടപ്പെട്ടു പോയിന്നോ എന്നൊന്നും അതിനർത്ഥമില്ല. മൂന്നാമത് ഇസ്ലാഹി പണ്ഡിതന്മാർ, എത്രയോ പണ്ഡിതന്മാർ മരിക്കുമ്പോൾ ദിക്ർ ചൊല്ലി ശക്തമായി പ്രഖ്യാപിച്ച് മരിച്ച ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പലർക്കുമുണ്ട്. പക്ഷെ നമ്മളത് കറാമത്താക്കാൻ കച്ചവടമാക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് അതിങ്ങനെ കൊണ്ടെടുക്കില്ലാന്നുള്ളൂ. ഇപ്പോൾ കേവലം ഒരു ദിക്ർ ചൊല്ലി എന്നുകൊണ്ട് മാത്രം അയാളെ എല്ലാ വിശ്വാസം ശരിയാണ് എന്നോ ഒന്നുമില്ല. കറാമത്ത് കാണിച്ച ഒരുപാട് പിഴച്ച കക്ഷികൾ ലോകത്തുണ്ട്. പിഴവിൻ്റെ വലിയ നേതാക്കൾ അറിയപ്പെട്ട ആളുകൾ വലിയ കറാമത്ത് കാണിച്ചുണ്ട്. ബിശ്ർ മിദ്രീസിയെ പറ്റി ഇബ്നു തൈമിയ പറയുന്നത് വലിയ അറിയപ്പെട്ട പിഴച്ചവാദിയാണ്. അവസാനം കൊല്ലാൻ വരെ ഓടിട്ട് ഭരണകൂടം വെട്ടിയിട്ട് ഇങ്ങനെ കഴുത്ത് മുറിണില്ല, വെട്ടിയിട്ട് കഴുത്ത് മുറിണില്ല, വലിയ ഇരുമ്പ് പോലെ നിൽക്കുക. ലോകത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത്ഭുതങ്ങൾ കാണിച്ചു അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് പ്രഖ്യാപിച്ചു അതുകൊണ്ട് മാത്രം ഒരാളുടെ എല്ലാ വിശ്വാസം ശരിയാകണം എന്നില്ല. ഒരാൾ ഇത് പ്രഖ്യാപിക്കാതെ മരിച്ചു അതുകൊണ്ട് അയാളെ വിശ്വാസമൊക്കെ തെറ്റായിരുന്നു എന്നുണ്ടോ? അതുമില്ല. ഒരു വിശ്വാസിയാണ്, അയാളുടെ വിശ്വാസം ക്ലിയറാണ്, അയാൾ മരിക്കുമ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്തു, അൽഹംദുലില്ലാ, ഒരു നല്ല ലക്ഷണമായി കണക്കാക്കാം. ഫിർഔന്റെ മരണം ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ ഇതുമായി താരതമ്യം ചെയ്യല്ലോ കേട്ടോ. ഈ വിഷയം പറഞ്ഞപ്പോൾ വിഷയം പറഞ്ഞു. സൂറത്ത് യൂനുസിൽ ഫിർഔന്റെ മരണം 90 മുതൽ 92 വരെയുള്ള ആയത്തുകൾ അല്ലാഹു തആല പറയുന്നത് പുറത്തുനിന്ന് വായിച്ചു നോക്കി. നമ്മൾ പോയിട്ട് ഫിർഔനെയും സംഘത്തെയും കൊണ്ടുപോയതും അതേപോലെ കടലിൽ കടന്നുമൊക്കെ. അങ്ങനെ വജാവസ്നാ ബി ബനി ഇസ്രാഈൽ ബഹർ, ഇസ്രായേൽ മക്കളെയും കൊണ്ട് നാം സമുദ്രം മുറിച്ച് കടത്തി. ഫഅത്ബഅഹും ഫിർഔൻ വജുനൂദുഹു ബഗ്യൻ വഅദ്വ, അതിക്രമമായി ശത്രുത കൊണ്ട് ഫിർഔനും സൈന്യങ്ങളും അവരെ പിന്നാലെ പോയി. ഹത്താ ഇദാ അദ്റകഹുൽ മൗത്ത്, അതുകൊണ്ട് ഉറക്കു, അങ്ങനെ അവൻ ആ മുങ്ങി നശിച്ചപ്പോൾ ഖാല, അവൻ പറഞ്ഞു, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ, ബനു ഇസ്രായീൽ വിശ്വസിച്ച അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. അന്നഹു, തീർച്ചയായും, ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവരാകുന്നു എന്ന് പ്രഖ്യാപിച്ച ഫിറൗൻ മരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലദീ പറഞ്ഞു, വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനുമാണ്.
എന്ന് പ്രഖ്യാപിച്ചിട്ട് ഫിർഔൻ മരിച്ചു എന്ന് സൂറത്ത് യൂനുസിലെ 90-ാമത്തെ ആയത്ത്. അടുത്ത ആയത്ത് എന്താ? ആന വഖദ് അസൈത ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ. ഇപ്പോഴാണോ നീ പറയുന്നത് ഇതുവരെ അല്ല പറഞ്ഞ എതിരായിട്ട് ചെയ്തിട്ട് എന്നാ? വഖദ് അസൈത മിൻ ഖബൽ, ഇതിനു മുമ്പ് അള്ളാഹുവിൻ്റെയും മൂസാ നബിയുടെയും കൽപ്പനയ്ക്ക് എതിരായി പ്രവർത്തിച്ചിട്ട് ഇപ്പോഴാണോ പ്രഖ്യാപിക്കുന്നത് വഅൻത മിനൽ മുഫ്സിദീൻ വകുൻത മിനൽ മുഫ്സിദീൻ, നീ എല്ലാ ഫസാദും ഉണ്ടാക്കിയ ആളാണല്ലോ, നീ ഇപ്പോൾ ഇത് പറയാണോ എന്നാ? ഇത് ഖുർആൻ പറഞ്ഞ കാര്യമാണ്. സൂറത്ത് യൂനുസിലെ 90, 91, 92 ആയത്തുകൾ ഒരു പരിഭാഷ വെച്ച് വായിച്ചു നോക്കിയാൽ മതി. അപ്പം മരിക്കുമ്പോൾ പ്രഖ്യാപിച്ചു എന്നുകൊണ്ട് മാത്രം രക്ഷപ്പെടുന്നില്ല, മരിക്കുമ്പോൾ പ്രഖ്യാപിച്ചില്ല എന്നുകൊണ്ട് മാത്രം ഒരാൾ ശരിയല്ലാതായി മാറുന്നുമില്ല. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ പറയാന്നുള്ളതല്ല. ഹദീസിൽ അത് പറയുന്ന ഹദീസൊക്കെ പരിശോധിച്ചാൽ കാണാം. ഒന്ന് ഖാലിസൻ മിൻ ഖൽബിഹി, മനസ്സിൽ നിഷ്കളങ്കമായി കൊണ്ട് പ്രഖ്യാപിച്ചാൽ എന്നാണ്. കളങ്കമില്ലാതെ പറയുക, യഖീനോടെ പറയുക, അതേപോലെ മൻ ശഹിദ അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, സാക്ഷ്യം വഹിക്കുക എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ലാതെ ഒരാൾ മരിക്കുമ്പോൾ ചെല്ലി മരിച്ചു എന്നോട് മാത്രം അയാൾ എന്ത് തെമ്പാടും തോന്നിയസാണെങ്കിലും അയാൾക്ക് നല്ലവനാണ് എന്ന് പറയാൻ നമുക്കതൊരിക്കലും ന്യായമല്ല. നല്ല ലക്ഷണങ്ങൾ, നല്ല മരണത്തിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞപ്പോൾ 8-10 ലക്ഷണങ്ങളുണ്ട്. അത് ഒരു ലക്ഷണം ഇതാണ്. അല്ല, ആ ലക്ഷണം ഉണ്ടായതൊക്കെ നല്ല മരണം ആയിക്കൊള്ളുന്നുണ്ടോ? ഇല്ല. നെറ്റിത്തരം വിയർത്തുകൊണ്ട് മരിക്കുക ഹദീസ് വന്ന ലക്ഷണമാണ്. അതിനകത്ത് നെറ്റിത്തരം വിയർത്ത് എല്ലാവരും നല്ലവനാണ് എന്ന് വരുമോ? ഇല്ലല്ലോ. പല കാരണങ്ങളാൽ വിയർപ്പുണ്ടാകാം, മരണസമയത്ത് പല കാരണങ്ങളാൽ വിയർപ്പുണ്ടാകാം. എന്നാൽ ഒരു നല്ല മരണത്തിൻ്റെ ലക്ഷണമാണ് നെറ്റിത്തരം വിയർത്തുകൊണ്ട് മരിക്കുക. അതിനെ പണ്ഡിതന്മാർ കൊടുത്ത വിശദീകരണം കാണാം. ഒന്നുകിൽ അതിന് സാക്ഷാർത്ഥമാണ്, അല്ലെങ്കിൽ നെറ്റിത്തരം വിയർക്കുക എന്നൊരു പ്രയോഗമാണ്. കർമ്മനിരതനായിക്കൊണ്ട് മരിക്കുക എന്നതിന് അർത്ഥം എന്നാണ്. റെസ്റ്റ് എടുത്തൊക്കെ നിർത്തി പരികുത്തൊക്കെ മരിക്കല്ല, മരിക്കുന്നവരെ ഇബാദത്തിൽ മുഴുകി, ദീനിൻ്റെ വഴിയിൽ മുഴുകി, കർമ്മരംഗത്ത് സജീവമായിരിക്കെ മരിക്കുക എന്നതിന് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് നെറ്റിത്തരം വിയർത്ത്. ഇപ്പം നമ്മൾ പറയുന്ന സാധന വിയർപ്പ് പറ്റുമ്പോൾ കൂലി കൊടുക്കണമെന്ന്, അതിനർത്ഥം എന്താ? വിയർപ്പ് പറ്റുമ്പോൾ കൊടുക്കണമെന്നാണോ? അല്ലല്ലോ. അവൻ പണിയെടുത്ത് കഴിഞ്ഞാൽ കൂലി കൊടുക്കും. അവന് വിയർത്തിട്ട് വിചാരിക്കാം, ഓൻ പണിയെടുത്തിട്ട് അവൻ പണിക്കുളിച്ചു, അവനെ എ സിയിൽ പണിയെടുക്കാൻ വിയർത്തിട്ടില്ല, എനിക്ക് കൂലി ആവശ്യമില്ല, വിയർപ്പറ്റുമ്പോൾ കൂലി കൊടുക്കാന്നല്ലേ, വിയർത്തിട്ടില്ലല്ലോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നല്ല മരണങ്ങളുടെ ലക്ഷണം പറഞ്ഞപ്പോൾ ഒരു 8-10 ലക്ഷണങ്ങൾ ഹദീസിലുണ്ട്. നന്മയിൽ മുഴുകിക്കൊണ്ടിരിക്കുക മരിക്കുക, നിസ്കാരത്തിൽ മരിക്കുക, സുജൂദിൽ കിടന്ന് മരിക്കുക, പള്ളി ആയിക്കൊണ്ട് മരിക്കുക, നല്ല മരണത്തിൻ്റെ ലക്ഷണമാണ്. അതിനർത്ഥം ഒരുത്തം പള്ളിക്ക് മരിച്ചാൽ പിന്നെ ഓൻ എന്ത് തോന്നിയസാണെങ്കിലും കുഴപ്പമില്ല എന്നാണോ? അല്ല. അപ്പോൾ നല്ല മരണങ്ങളുടെ ലക്ഷണങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് ആ ലക്ഷണം ഉണ്ടായാൽ അൽഹംദുലില്ലാഹ് നമുക്ക് സമാധാനിക്കാം എന്നല്ലാതെ ഇത് കണ്ടതൊക്കെ ശരിക്കൊള്ളണം എന്ന് ഇല്ല. വല്ലാഹു അഅലം.